അപ്പോൾ ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിന്ന് ഉച്ചയ്ക്ക് ചോറിനാനായിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഇച്ചിരി അയലമീൻ പച്ചമീനും മേടിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പം നമ്മളിതൊന്ന് വറക്കുന്നു, കറി വെക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഒക്കെ ആട്ടോ നമ്മുടെ ചാനലിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാ പ്രേക്ഷകരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെയുള്ള കാഴ്ചക്കാരും എല്ലാവരും നമ്മുടെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവിധ ഒരു സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയി മീനൊക്കെ ശരിയാക്കാൻ പോവാം. നമ്മുടെ കടയുടെ നേരെ മുമ്പിലുള്ള ഒരു മീൻ കട ഉണ്ടല്ലോ, ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയിലെ കട. ആ കടയിൽ നിന്നാണ് നമ്മൾ മീനും മേടിച്ചുകൊണ്ട് പോകുന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ പപ്പ സഹായിക്കും. അപ്പോൾ പോയി അതൊന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ കുറച്ച് ജോലികളും പണികളൊക്കെ ഈ ഉച്ചയ്ക്ക് തീർത്ത് വെക്കണം വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് 4 മണിയാകുമ്പോൾ നമ്മുടെ ഷോപ്പ് തുറക്കാൻ പോകണം. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ, വൈകിട്ടത്തേനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. അപ്പോൾ അങ്ങനെ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, നല്ല വെയിലാട്ടോ. ഉച്ച കഴിഞ്ഞ് മഴ പെയ്യാനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇതുണ്ടോ, നല്ല റോസ് പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. റോസാപ്പൂവുണ്ട്, ചുവപ്പ് റോസാപ്പൂവുണ്ട്, ഡാലിയയുണ്ട്, പിന്നെ വേറെ പേരറിയാൻ പാടില്ലാത്തൊരു പൂവ് നിൽപ്പുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ചെമ്പരത്തി പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഓണം കഴിഞ്ഞപ്പോഴത്തേനും ഈ പൂക്കളെല്ലാം കൂടെ വിരിഞ്ഞ് നിൽക്കുക. ഓണത്തിന് ഒടുക്കത്തെ മഴയും പൂവില്ലായ്മയും ആയിരുന്നു കേട്ടോ. അവിടെയൊക്കെ ചെമ്പരത്തി പൂവുണ്ട്. നമ്മൾ ഈ കപ്പളങ്ങ പറിച്ച് തോരൻ വെക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ കപ്പളങ്ങയും വൻപയറും, ഒരു തോരൻ കറിയുണ്ട്, ഒരു മീൻ കറിയുണ്ട്. നമ്മുടെ മുളക് ഇവിടെ നിൽപ്പുണ്ട്. എല്ലാം പക്ഷികളും കൊത്തിക്കൊണ്ട് പോകുന്നു, പൊഴിഞ്ഞ് താഴോട്ട് പോകുന്നു. നല്ല വെയിലുണ്ടായിരുന്നു, നമുക്കിത് പറിച്ച് ഉണങ്ങായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഉപ്പിലിടണം. എനിക്കിതിനൊന്നും സമയമില്ലെന്ന്. രാവിലെ 8 മണിക്ക് പോകണം, ഉച്ചയ്ക്ക് ഒരു 1:30 ആകുമ്പോൾ ഇവിടെ വരും. പിന്നെ വീണ്ടും 3:30 ആകുമ്പോൾ പോയാലേ 4 ആകുമ്പോൾ കടയിൽ ചെല്ലാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ 7 മണിക്കാണ് കട അടയ്ക്കുന്നത്. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ 7:45 ആവും. പിന്നെ അതിനിടയ്ക്ക് നമുക്കിതൊന്നും ചെയ്യാൻ സമയമില്ല. പിന്നെ ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ചകളിൽ 100 കൂട്ടം പണി കാണും. ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്ക് പോകും. അടുത്ത ആഴ്ച ഞങ്ങളെങ്ങും പോകുന്നില്ല. അതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച ഞങ്ങൾ എറണാകുളം, എടക്കൊച്ചി, മട്ടാഞ്ചേരി, ഇങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ ഒരു നമ്മുടെ കുടുംബശ്രീ പെണ്ണുങ്ങളുമൊക്കെ ആയിട്ട് ഒരു ടൂർ പോകുന്നുണ്ട് കേട്ടോ. ഒരു 3-4 പള്ളികളൊക്കെ സന്ദർശിക്കും, ബീച്ചിൽ പോകും, ജങ്കാറെ കയറും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും. ദൂരയാത്രയൊക്കെ ചെയ്യുമ്പം വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, അതൊക്കെയാണ് എൻ്റെ ഒരു പണി. അത് ഞായറാഴ്ചകളിലേ സമയമുള്ളൂ കേട്ടോ. അതിനിപ്പം സമയമൊന്നുമില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം അപ്പം ഞങ്ങൾ പിന്നെ റീൽസ് അല്ലെങ്കിൽ ഷോർട്സിൽ ഒക്കെ ഇട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നമ്മുടെ കാഴ്ചക്കാർ അല്ലെങ്കിൽ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും, അങ്ങനെ നമ്മുടെ സ്വന്തം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും അതുപോലെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിനി പോയി മീൻകറി വെക്കാനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ മീനാണ്, അയലമീൻ. ഇതേ വെട്ടി തേച്ച് കഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വെട്ടി തേച്ച് കഴുകി കൊണ്ടുവരുമ്പോഴത്തേന് നമുക്ക് അത്യാവശ്യത്തിന് 2 മീൻ മറക്കണം കേട്ടോ, ഉച്ചയ്ക്ക് ചോറുണ്ണാൻ. അതിന് വേണ്ടി ഞാൻ മീൻ മറക്കാനായിട്ട് പോവുകയാണ്. ബാക്കിയുള്ള പണിയൊക്കെ അത് പപ്പയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻ വെട്ടി തേച്ച് കഴുകാനും കറി വയ്ക്കാനും വറക്കാനും ഒക്കെ നല്ല വശമാട്ടോ, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയി മീൻ മറക്കട്ടെ, 2 എണ്ണം ബാക്കി വെട്ടി തേച്ച് കഴുകി കൊണ്ടുപോയിട്ട് അത് കറി വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ നമുക്ക് അധികം ആഡംബരങ്ങളില്ലാത്ത ഒരു അയിലക്കറി അങ്ങ് ഉണ്ടാക്കാം കേട്ടോ. ഒത്തിരി അതും ഇതും ഒന്നും ചേർക്കുന്നില്ല. ഇതിലെല്ലാം കുറച്ച് സാധനങ്ങളെ ചേർക്കുന്നുള്ളേ. ഈ ഇരിക്കുന്ന വെളുത്തുള്ളിയിലും ഇഞ്ചിയിലൊക്കെ കൂടി പകുതി സാധനം, പകുതി ഉള്ളി, പിന്നെ മുളക് പൊടിയുണ്ട്, കാശ്മീരി മുളക് പൊടിയുണ്ട്, എരിവുള്ള മുളക് പൊടിയുണ്ട്, ഉരുവായും ജീരകവും പുളിവെള്ളവും മീനും എല്ലാം കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഒരു സാദാ മീൻ കറിയാട്ടോ. എല്ലാവരും പറയുന്നില്ലേ കോട്ടയം സ്റ്റൈൽ മീൻ കറി, കണ്ണൂർ സ്റ്റൈൽ മീൻ കറി, എറണാകുളംകാരുടെ മീൻ കറി എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഇടുക്കിക്കാരുടെ ഒരു മീൻ കറി. ഇടുക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇടുക്കിയിലുള്ളവരും പല സൈസിൽ കറി വെക്കും കേട്ടോ. എൻ്റെ സൈസൊന്ന് വേറെ. ഞാൻ ഓരോ തവണ കറി വെക്കുമ്പോൾ ഓരോ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരേപോലെ വെക്കുകയാണെങ്കിൽ നമുക്കതിനൊരു പേരിടാൻ പറ്റുള്ളൂ.
പലപ്പോഴും വെക്കുമ്പോൾ പലതായിട്ട് വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പേരൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കാവേ. കറി ശരിയാക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും മഴ തൂളാൻ തുടങ്ങി കേട്ടോ. നല്ല മഴയാണ് പുറത്തേക്ക്. അപ്പോൾ ഇത് കണ്ടത് ആ കൊന്നമരത്തിൻ്റെ ഒരുമാതിരി വലിയൊരു കരിയാപ്പില നിൽപ്പുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ കരിയാപ്പില എടുക്കുന്നത്. ഇപ്പോൾ അതിന് ആ പച്ചത്തോടെയൊക്കെ കയറിപ്പോകണം. അപ്പോൾ ഈ മഴയെ പിടിച്ച് ഇനി അവിടെ പോയി കരിയാപ്പില എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് കറിവേപ്പില ഒഴിവാക്കിയ കറിയാണ് ഇന്നെൻ്റെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളി, ഈ 3 കൂട്ട സാധനം ഞാൻ കുറച്ച് പകുതി എടുത്തോളൂ കേട്ടോ. പകുതി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകിട്ട് പൊട്ടിയപ്പോൾ കുറച്ച് ഉലുവ ചേർത്തു. പിന്നെ ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തു. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കണം, പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. തീ ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പം നന്നായിട്ട് മുളക് പൊടി ഇതിനകത്ത് കിടന്ന് വഴറ്റി പച്ചച്ചുവയെല്ലാം പോയി എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങി കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളിയും കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാവേ. പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വേറെ വെള്ളവും ചേർത്ത് നമുക്ക് മീനും പെറുക്കിയിട്ട് കൊടുക്കാം തിളയ്ക്കുമ്പോഴത്തേനും കേട്ടോ. അപ്പം നമ്മൾ അരപ്പ് നന്നായിട്ട് തിളച്ചപ്പം, അതായത് ഗ്രേവി നന്നായിട്ട് തിളച്ചപ്പോഴത്തേനും മീൻ പെറുക്കിയിട്ടു കേട്ടോ. പുളിയൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകി ഈ മീനിൽ പുളിയും ഉപ്പും എരിവും ഒക്കെ നന്നായിട്ട് പിടിക്കണം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം വെളിച്ചെണ്ണ ചേർന്നിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെന്ത് പറ്റി വരുമ്പം ചട്ടി ചിറ്റിച്ച് കറിവേപ്പില ഇട്ട്, കറിവേപ്പില അന്നേരം മഴ കുറഞ്ഞെങ്കിൽ കരിവേപ്പില എടുത്തുകൊണ്ട് വന്നിടും, ഇല്ലെങ്കിൽ ഈ കണ്ടീഷനിലിരിക്കും. അപ്പോൾ നന്നായിട്ട് വേഗട്ടെ കേട്ടോ. അടച്ച് വെച്ച് കഴിക്കാം. അപ്പം നമ്മുടെ അയലക്കറി വെച്ചു നന്നായിട്ട് തണുത്തു കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് ചട്ടി എടുത്ത് ചിറ്റിക്കണം. എന്നിട്ട് എല്ലായിടത്തും പുളി കുടംപുളി അതിനകത്ത് ഇട്ട് വേവിച്ചു. ചിലപ്പോൾ കുടംപുളി ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ നീരൊഴിക്കും കേട്ടോ. ചിലപ്പോൾ കുടംപുളി ഇതിനകത്തേക്ക് കഴുകി വെള്ളം ഒഴിച്ചിട്ടേച്ച് ആ വെള്ളവും പുളിയും കൂടെ ഇട്ട് വേവിക്കും. അങ്ങനെ പലപ്പോഴും പല രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. എങ്ങനെ വന്നാലും പുളി നന്നായിട്ട് പിടിച്ചിരിക്കും മീനിനകത്ത്. ഗോതമ്പ് പൊടിയും അവലും തേങ്ങായും കൂടെ കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് മീൻകറി കൂട്ടി കഴിക്കാം. നമ്മൾ കപ്പ മേടിച്ചിട്ടില്ല, കപ്പ വേണ്ടാന്ന് വെച്ചു. എന്നും കപ്പയായ ഒരു സുമാറില്ല. അതുകൊണ്ട് ദോശയും മീൻകറി പിന്നെ ചോറും. ഗോതമ്പ് പൊടിയും അവലും തേങ്ങയും 3 കൂട്ടം ചേർത്തുണ്ടാക്കിയ ഒരു ദോശമാവ്, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ. എനിക്ക് ചോറ് കഴിക്കാതിരിക്കാൻ വേണ്ടി എനിക്കുണ്ടാക്കുന്ന ഒരു ഫുഡാണ്. അപ്പോൾ ഇത് മീൻകറിയും കൂട്ടി എല്ലാം കൂടി കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇഷ്ടമുള്ളവർ കഴിക്കട്ടെ. മൂടി വെച്ച് നമുക്ക് ചുട്ടെടുക്കാവേ. അപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടാക്കി പാത്രത്തിൽ കോരി വെച്ചിട്ടുണ്ട് കേട്ടോ ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അല്ലാത്തതിന് ഞങ്ങൾ കപ്പയും മീനും ഉണ്ടാക്കാനാണ് ഓർത്തത്. പക്ഷേ നല്ല കയ്പില്ലാത്ത കപ്പ കിട്ടിയില്ല, അതുകൊണ്ട് കപ്പ ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ചോറിന് മീൻകറി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.